ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ഒരു ഈവനിങ് ആയപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ടൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. പിന്നെ ഞാനായിരുന്നു നമ്മുടെ ഇവിടെ പോയി കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദക്ഷുവും ശ്രീകുട്ടിയും കൂടി മഞ്ജു ചേച്ചി കൂട്ടുപിടിച്ചിട്ട് അവിടെ പോയി എന്തൊക്കെയോ എനിക്ക് വേണ്ടി സർപ്രൈസ് ഒക്കെ ഒരുക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് കാണാൻ എന്തോ പോലെയുണ്ട് ഗൈസ്. അവരെന്നെ റൂമിനകത്ത് കഴിച്ചിട്ടേ ഇല്ല. പിന്നെ അതുപോലെ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരുങ്ങാന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഇനി റെഡി ആവണം. ഡ്രസ്സൊന്നും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സ് കേക്ക് കട്ടിങ്ങിന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഡെക്കറേഷൻ കഴിഞ്ഞ് വന്ന് ചട്ടമാതിരി കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി റെഡി ആയിട്ട് കാണാം. ഹേയ് ഗൈസ്, അപ്പോൾ ഞാനിത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനപ്പോൾ ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കമ്മലൊരു വൈറ്റ് സ്റ്റോൺ, പിന്നെ മാല അതുപോലെ വൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവർ സർപ്രൈസ് എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. ഇനി എൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മനുഷ്യരുടെ ഫോൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, ഫുൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ മനുഷ്യ ചെയ്ത് തന്നത്. ഹെയറിൻ്റെ ബാക്കിൽ ഒരു ബോയും കൂടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് വരാൻ പറഞ്ഞ്, അപ്പോൾ അവരവിടെ സെറ്റാക്കി ഇനി എന്നെ വിളിച്ചു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. തുറക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടാ, അടിപൊളിയുണ്ട്. അങ്ങനെ ഇത് ഗൈസ്, കുട്ടികൾ എല്ലാവരും കൂടി എനിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സർപ്രൈസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഏതോ ഒരു ആപ്പ് വഴി അവർ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിനി കേക്ക് കട്ടിങ്, പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കലായി. നെക്സ്റ്റ് പരിപാടി കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ശ്രീകുട്ടിയും ദക്ഷും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് കവറേജ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും. തുറന്നു നോക്കിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഓ മൈ ഗോഡ്, കേക്കിനാണ് ഇവരെല്ലാവരുടെയും കണ്ണ്. അതെ, നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സുപ്പിനി സുധബോഷിനി എന്ത് കിട്ടിയാലും ഗിഫ്റ്റാണ്. 10ാം ക്ലാസ്സിൽ SSLC ചെയ്തതിന്റെ പേനാണ് ഗൈസ്. ശ്രീകുട്ടിയുടെ ലക്ക് ഹൈലൈറ്റർ. എപ്പോഴും നിന്നെ ഓർക്കാൻ വേണ്ടി ഞാൻ പെൻസിൽ മാർക്ക് ചെയ്ത്. അടുത്തത് അക്ഷരം നോക്കി ചിന്താൻ എനിക്ക് വയ്യ നോക്കാൻ. എന്തായിരിക്കും പിന്നെ ദക്ഷ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു നെയിൽ പോളിഷ് ആയിരുന്നു, ഒരു പിങ്ക് കളർ, പിന്നെ ഒരു മൈലാഞ്ചിയും കൂടിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ കാണിച്ച് 5 സ്റ്റാർ ഉള്ളത് തന്നാണ്. അപ്പോൾ എത്രയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, സീ യു.